റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന US സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വാഷിംഗ്ടണുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ തിരിച്ചെത്തുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. ബ്ലൂംബെർഗിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതുന്നു, അതെ, 1 മാസമോ 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നും അവർ ക്ഷമിക്കണമെന്നും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുമെന്നും ഞാൻ കരുതുന്നു. ഇന്ത്യ അമേരിക്കയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ 50% തീരുവ നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് മുൻപിലും ട്രംപിന് മുൻപിലും അമേരിക്കയ്ക്ക് മുൻപിലും തല കുനിക്കില്ല എന്നാണ് വക്താക്കൾ പറയുന്നത്. റഷ്യയുമായും ചൈനയുമായും ശക്തമായ ബന്ധം പുലർത്തുന്ന മോദി ട്രംപിന്റെ ഭീഷണികൾക്കൊന്നും വഴങ്ങില്ല. ഇന്ത്യയും റഷ്യയും ഏറ്റവും ഇരുണ്ട ചൈനയോട് നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞതിന് പിന്നാലെയാണ് വാണിജ്യ സെക്രട്ടറിയുടെ ഈ പരാമർശം. 3 രാജ്യങ്ങൾക്കും സമൃദ്ധമായ ഭാവി ആശംസിച്ചുകൊണ്ട് ട്രംപ് പരിഹാസത്തോടെയാണ് പ്രസ്താവന നടത്തിയത്. ന്യൂഡൽഹി, മോസ്കോ, ബീജിംഗ് എന്നിവ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നുവെന്ന് ട്രംപിന്റെ അഭിപ്രായങ്ങൾ പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു.